ഇപ്പൊ ഷീഗോന്റെ അനിയനും അവളും വിളിച്ചോണ്ട് ട്രിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴാണ് അവളാണ് മടി പിടിച്ചിട്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പം അവനാണ് എനിക്ക് കൂട്ടിന് വാ ചേച്ചി എന്ന് പറഞ്ഞ് ഇവളും വിളിച്ചോണ്ട് ഓരോ സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ പ്ലെയിനിൽ കയറിയതിനു ശേഷം അവളും എനിക്ക് പ്ലെയിനിൽ പോകാൻ പേടിയാന്ന് പറഞ്ഞ് ഒരു ഇന്ന് തന്നെ ഈ പ്ലെയിൻ പൊട്ടിത്തെറിക്കുവാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന അവസാനത്തെ ഫോട്ടോ ഇതാന്ന് അവൾ അനിയന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അടുത്തിരുന്ന ഒരാളാണ് അവസാനത്തെ ഫോട്ടോയോ എന്നിനെ സെൽഫി എടുത്തോണ്ടിരിക്കുന്ന അയാൾ പേടിച്ചു പോയി. അപ്പൊ തന്നെ ഫോൺ എടുത്തങ്ങ് മാറ്റും. ഇത് കണ്ട് അനിയനും കളിയാക്കിക്കൊണ്ട് നീ പറഞ്ഞു കേട്ട പാവ അയാൾ സെൽഫി എടുക്കുന്നില്ലെന്ന് ഇവളോട് പറയുമ്പോൾ അവള് നാണം കെട്ട് ഇവനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇവരും പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അങ്ങേരാണ് മോള് പറഞ്ഞു കേട്ട് ഞാൻ ഭയങ്കര പേടിച്ച ഇവിടം വരെ വന്നേന്ന് പറഞ്ഞ് അവൾക്ക് അതിന് താങ്ക്സ് അറിയും. ഇതോടെ ഷീഗോന് അങ്കളെ സോറി എന്ന് പറഞ്ഞ് അവൾ എന്തെങ്കിലും സഹായം വേണം ചോദിക്കുമ്പോൾ അയാൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഓരോ കൺട്രിയിലേക്ക് അനിയനെ ഇവളെ ട്രിപ്പിന് വിളിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾക്ക് അവസാനം പിടി കിട്ടുന്ന ഈ ട്രിപ്പ് അവൻ പ്ലാൻ ചെയ്ത് തന്നെ ഇവളുടെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് ഇവള് മൂടായിട്ടിരിക്കുന്ന മനസ്സിലാക്കി അവനാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അനിയനും ഇപ്പൊ നിനക്ക് സന്തോഷമായെന്ന് പറഞ്ഞ് അവനും പറയുമ്പം പെട്ടെന്ന് ഇവളാണ് അവനെ ഹഗ് ചെയ്തിട്ട് എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല, പക്ഷെ താങ്ക്സ്, നീ ചെയ്ത വലിയ സഹായ എന്നിട്ട് അവള് പറയുമ്പം അനിയനെ നാണിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കാണിക്കുവാണ് ഷീഗോന്റെ അമ്മ ഇപ്പൊ അവളോട് നീ ഫുഡ് കഴിക്കുവാണ് അല്ലേന്ന് പറഞ്ഞ് അവളും അത് ക്ഷീണിച്ചോ എന്നറിയും. അപ്പോഴാണ് അവളും ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേല്ലേ ഉള്ളു, ഇനി നോക്കിക്കോ 2 ആഴ്ചയും കൊണ്ട് ഞാൻ ഫുള്ള് വെയിറ്റ് ആവും. എന്നിട്ട് അവൾ അമ്മയോട് പറഞ്ഞോണ്ടിരിക്കുമ്പം ഇവളുടെ അമ്മയാണ് ഇവൾ എപ്പോഴാ കമ്പനി ജോയിൻ ആകാമോന്നും ചോദിക്കും. അപ്പോഴാണ് ഇവളും ഇവൾ അറ്റൻഡ് ചെയ്ത കുറെ ഇന്റർവ്യൂന്ന് ഫോൺ കോൾ എന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞ് ഇവള് ചേരാൻ വേണ്ടി വിളിച്ചേക്കുമെന്ന് അറിയും. അങ്ങനെ ഇതൊക്കെ ഇവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് കുറച്ച് ദിവസം മുമ്പ് ഇവളുടെ അച്ഛൻ അവരെ കാണാമെന്ന് അറിയും. അങ്ങനെ അദ്ദേഹത്തിന്റെ കമ്പനി ഇവൾ വർക്ക് ചെയ്യാന് അവളുടെ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത് കേട്ട് ഷീഗുവാനും അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഓഫീസിൽ വരുമ്പോൾ വരാൻ പറഞ്ഞിട്ട് ഇവൾ എന്തുകൊണ്ടാ വരാത്തെന്ന് ചോദിക്കും. അങ്ങനെ ഈ കമ്പനി തന്നെ ഇവളുടെ പേരിലേക്ക് മാറാൻ പോവാന്ന് പറയുമ്പോൾ അവൾ തിരിച്ചൊന്നും പറയാതെ ഇവളുടെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പോഴാണ് അദ്ദേഹം അത് കണ്ട് സന്തോഷത്തി എനിക്കിഷ്ടമുള്ളൊക്കെ നിനക്കറിയല്ലേ എന്ന് അച്ഛൻ സന്തോഷത്തിരിക്കുമ്പം ഇവളാണ് അച്ഛനെ കണ്ട് സംസാരിക്കാനാ വന്ന, അല്ലാതെ ഈ കമ്പനി ഏറ്റെടുത്ത് ഞാൻ ഇവിടെ ജോലി ചെയ്യാനല്ലെന്ന് പറഞ്ഞ് അവൾ ആ കാര്യം പറയും. പക്ഷെ ഇവളുടെ അച്ഛനാണ് എന്നേലും ഒരു ദിവസം ഇത് ഇവളുടെ കമ്പനിയാന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ ജോലി ചെയ്യാൻ വരാന്ന് പറയും. അങ്ങനെ അമ്മ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞെങ്കിൽ അതിനർത്ഥം നിന്റെ അമ്മയ്ക്ക് ഇത് എതിർപ്പില്ലെന്ന് പറഞ്ഞ് അച്ഛനും പറയുമ്പം ഇവൾ അമ്മ ആ കാര്യം ഇവളോട് പറയാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രം, അല്ലാതെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ലെന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോഴാണ് അവളുടെ അമ്മയും നിന്റെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ മിക്കവാറും നല്ല ദേഷ്യത്തിലായിരിക്കും പറഞ്ഞ് അവരിപ്പോ ചോദിക്കും ഒരു ശിവരുണ്ട് ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ ഇവൾ സത്യത്തിൽ ആ കമ്പനി ജോലി ചെയ്യാൻ പോകുമല്ലോ എന്ന്. അപ്പോഴാണ് അവളും നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ 2 പേരോട് ചോദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ആ കാര്യം പറയുമ്പം ഇവളുടെ അമ്മയാണ് അവരുടെ ആഗ്രഹം ഇവൾ ആ കമ്പനി ജോലി ചെയ്യുന്നല്ലെന്ന് പറയും. അത് ഇവർ സെൽഫിഷ് ആയതുകൊണ്ട് പറയുമല്ല, ഇവൾ ഇനിയിപ്പോ അച്ഛന്റെ കമ്പനി ജോലിയാണ്, പിന്നെ ഇവർ തമ്മിൽ നടക്കുന്ന തർക്കത്തിൽ അവളും കൂടെ പെട്ടുപോയി കഷ്ടപ്പെടുന്ന വിചാരിച്ച അവരിപ്പോ ഈ തീരുമാനം എടുത്ത്. അതുകൊണ്ട് കുറച്ചും കൂടെ വർഷം കഴിഞ്ഞതിന് ശേഷം നിന്റെ തീരുമാനം നീ ഉറപ്പിക്കുവാണ്, നിനക്ക് ആ കമ്പനി ജോലി ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ഇവൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഷീഗുവാനും അവൾ ഇന്റർവ്യൂവിന് പോയി കിട്ടിയ ഒരു കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകും. അത് ഇവിടെ നിന്ന് കുറെ ദൂരെയാണ്. അങ്ങനെ അവിടെ ചെന്ന് അവൾ സൈനൊക്കെ ഇട്ട് എല്ലാ പരിപാടിയും കഴിയുമ്പം നാളെ ഇവളുടെ യൂണിഫോം ഐഡിയൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫും ഇവളുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്ന് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കും. അവളുടെ പേര് ശീശി. അങ്ങനെ അവള് ഷീഗുവാനെ വിളിച്ചോണ്ടുപോയി ഈ കമ്പനിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചോണ്ടുപോകും. അങ്ങനെ ഇവൾ ഇനി തൊട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവള് ലക്കേജൊക്കെ ആയിട്ട് അവൾക്ക് കിട്ടിയ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇവൾക്ക് മുമ്പ് തന്നെ വേറെ 2 പേര് അവിടെ കാണും. അങ്ങനെ അവർ ഷീഗുവാനെ കണ്ട് വെൽക്കം ചെയ്യുമ്പോൾ അവള് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ജോയിൻ ആയതോളെന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം അവളുടെ റൂംമേറ്റ്സും അവരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവളുടെ ബെഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഷീഗുവാനോട് വർക്ക് ചെയ്ത കുറച്ച് ദിവസം ഇത് തന്നെ അവൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡ് ഒട്ടും തന്നെ പോരെന്ന്. അപ്പോഴാണ് അവളുടെ റൂംമേറ്റ്സും ഇവിടുത്തെ ഫുഡും കൊള്ളത്തില്ല, പക്ഷെ ഇത് കഴിച്ച് വെയിറ്റ് വയ്ക്കുന്നുണ്ട്, നമുക്ക് ദേഷ്യം വരുന്നതെന്ന് അറിഞ്ഞ് അവളുമാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പം ഷീഗുവാന്റെ ഡിപ്പാർട്ട്മെന്റിലെ ശീശിയും ഇവളെ കണ്ട് അടുത്തേക്ക് വരും. അങ്ങനെ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് സംസാരിക്കുമ്പം ഇവരുടെ കമ്പനി ഒരു പുതിയ മാനേജർ വരാൻ പോകുന്നറിഞ്ഞ് അവനെ കാണാൻ ഹാൻസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷീഗുവാന്റെ റൂംമേറ്റും എങ്കിൽ പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഡിപ്പാർട്ട്മെന്റിലെ മാനേജറായിട്ട് വരാൻ പോകുന്നതെന്ന് അറിയും. കൂടാതെ അവൻ സിംഗിളുവാ, ഇതിനു മുമ്പ് ഒരു സർജറി ചെയ്യുന്ന ഡോക്ടറായിരുന്നു അറിഞ്ഞ് ആ കാര്യമൊക്കെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ മാനേജറായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഹീറോ ലിന്നാണ്. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് ഷീഗുവാനാണ് അവളുടെ റൂംമേറ്റിനോട് കുറെ സന്തോഷിക്കേണ്ട, അവന് ഡോക്ടറായിരുന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വരുവാണ് എങ്കിൽ പിന്നെ നല്ല പ്രായം കാണുന്നറിഞ്ഞ് ഇവൾ അങ്കിളായിട്ട് കാണേണ്ടി വരും പറയും. അതോടെ മറ്റവൾ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു. എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഇവരൊക്കെ അവിടുന്ന് ഡ്രാമ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ വൈഫൈ കണക്ഷൻ അങ്ങ് പോകും. അപ്പോഴാണ് ഈ ഡ്രാമ കാണാൻ വിളിച്ച് അവളാണ് അടുത്ത എപ്പിസോഡ് ഇനി കാണണം എന്ന് പറഞ്ഞ് ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഒരാൾ ചെന്ന് കമ്പനിയിലെ വൈഫൈ യൂസ് ചെയ്ത് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഷീഗോന് മറ്റോളം കൂടെ ഞങ്ങൾ എന്തിനു പോണം, നിനക്കല്ല കാണണ്ടേ, നീ പോയാ പോലെ എന്നിന് അവളെ പറഞ്ഞുവിടാൻ നോക്കും. അപ്പോഴാണ് അവളും എന്റെ കൂടെ ഇരുന്ന് ഫുള്ളും കണ്ടിട്ട് ഇപ്പൊ
ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? നമുക്ക് എല്ലാവർക്കും സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം. ഇതിൽ ആരാണോ തോൽക്കുന്നത് അവർ വേണം ഓഫീസിൽ ചെന്ന് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട. എന്നിട്ട് അവർ മൂന്നിനും ഡീലിട്ട് മത്സരിക്കുമ്പോഴാണ് അവസാനം തോറ്റു വന്ന ഷീഗ്വാൻ. അതോടെ അവളും അവസാനം ഞാൻ തന്നെ പെട്ടുപോയെന്നറിഞ്ഞ് ഇവളെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് കമ്പനിയിലേക്ക് ചെല്ലും. പക്ഷെ ഇപ്പോഴങ്ങ് ആരും കാണത്തില്ല, കാരണം എല്ലാവരും വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയേക്കുക. അതുകൊണ്ട് ഇവളും പതിയെ അവിടുത്തെ വൈഫൈ ഒക്കെ യൂസ് ചെയ്ത് ആ എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ ആ ശബ്ദം കേട്ട് അവളും പേടിച്ച് വരുന്ന ആരാന്നിങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലിന്നാണ്. അങ്ങനെ ഇവനെ കണ്ട് അവള് മൊത്തം ഷോക്കായി പെട്ടെന്ന് ചാടി എഴുന്നേക്കുമ്പോ തന്നെ ആ വയറ് മൊത്തം ഇവളെ ചുറ്റി കിടക്കും. അങ്ങനെ അതൊക്കെ അവസാനം പിടിച്ച് മാറ്റിയിട്ട് നിന്നിവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ എങ്ങനെ അകത്ത് കയറി വന്നേ, ഞാൻ എല്ലാവരും വിളിക്കണോ എന്നിന് അവനെ പേടിപ്പിച്ച് വെക്കും. അപ്പോഴാണ് ലിന്നി ഇത് കേട്ടിട്ട് എന്നെ അപ്പൊ ഇതിനുമ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അങ്ങനെ ഇവൻ ഇങ്ങനെ ചോദിക്കുമ്പോ അവൾ ഇതിച്ചൊന്നും പറയാതിരിക്കുമ്പോ അവനും കുറച്ച് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് അവൾക്കൊന്ന് പിടിയിട്ടാതെ കണ്ടപ്പോ തന്നെ അവനെതിന് ഇങ്ങനെയൊക്കെ റിയാക്ഷൻ കൊടുക്കുന്നതെന്ന് അവൾ തിരിച്ച് റൂമിലേക്ക് വരും. എന്നിട്ട് അവള് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോയപ്പോ ഒരു പുതിയ പയ്യനെ അവിടെ കണ്ടെന്നറിയുമ്പം ഇത് കേട്ട് അവളുമാരാണ് ആ പയ്യനെ കാണാൻ കൊള്ളാൻ ചോദിക്കും. ഒരു കമ്പനി ജോലി ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് പണി കിട്ടത്തില്ലെന്നറിഞ്ഞ് അവർ പേടിക്കുമ്പം ഷീഗോനും ഇതിനുമ്പ് അവനെ കമ്പനി വെച്ചെന്ന് കണ്ടിട്ടില്ലെന്നറിയും. എന്നിട്ട് അടുത്ത ദിവസം ഇവര് വർക്കിന് ചെല്ലുമ്പോഴാണ് ഷീഗോന്റെ മറ്റേ റൂംമേറ്റ് ആണ് അവളുടെ പുതിയ മാനേജറിനെ കണ്ടെന്നറിഞ്ഞ് കാണാൻ ഭയങ്കര ഹാൻസം വന്ന് ഇവൾക്ക് മെസ്സേജ് ഇട്ടോണ്ടിരിക്കും. അങ്ങനെ ഷീഗോൻ അറിയത്തില്ല സത്യത്തിൽ അവൾ ഇന്നലെ കണ്ട ലിന്നാണെന്ന്. അതുകൊണ്ട് അവളും ഒരു സെക്കൻഡ് വർക്കിന്റെ വിഷയമായിട്ട് പോവാന്നറിഞ്ഞ് അവനെ നോക്കാൻ വേണ്ടി ഇവളുടെ റൂംമേറ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത് കണ്ട് അവളാണ് ചിരിച്ചിട്ട് എടീക്കള്ളി നിനക്ക് വായി നോക്കാൻ അത്രയ്ക്ക് മുട്ടിയിരിക്കണം, ചുമ്മാ ഒന്നല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നേ, അവനെ കാണാനല്ലേ എന്നിന് ഇവളും ചോദിക്കുമ്പം ഷീഗോനാണ് ഓ പിന്നെ എനിക്ക് വേറെ പണിയില്ലെന്നാണ് നീ വിചാരിച്ചത്, നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ പുറത്ത് ഇൻവെസ്റ്റിഗേഷന് പോണം മറന്നുപോയോ എന്നിന് അവള് വിളിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരാണ് ആ കാര്യം ഞാൻ മറന്നുപോയെന്ന് അറിഞ്ഞ് ഇവളെ വിളിക്കാൻ വന്നതിന് താങ്ക്സ് അറിയും. കൂടാതെ ഹാൻസം ആയിട്ടുള്ള മാനേജർ ഓഫീസിലുണ്ടെന്ന് അറിയുമ്പം പെട്ടെന്ന് അവനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിരും. അപ്പോഴാണ് ഇത് കണ്ട് ഷീഗോനാണ് ഇവനായിരുന്ന പുതിയ മാനേജർ എന്നറിഞ്ഞ് അവള് മൊത്തത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് അവനെ നോക്കാതെ അവൾ അങ്ങോട്ടങ്ങ് തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും കാണാൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം ഇവളാണ് ഞാൻ പെട്ടെന്ന് അറിഞ്ഞിട്ട് ഇന്നലെ കണ്ടത് ഇവനെയാന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഷീഗോനാണ് ഒരു ഫോൺ കോൾ വരും. ഇവൾ ഇന്നലെ സ്റ്റാമ്പ് ഇട്ട ഒരു ഡോക്യുമെന്റ് പ്രശ്നം വന്നെന്ന്. അതുകൊണ്ട് അവളിപ്പോ നേരിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം എന്തോന്ന് കാണിക്കുന്ന. ഇന്നലെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുത്തനാണ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അവന് പെട്ടെന്നൊരു ഡോക്യുമെന്റ് സീൽ ചെയ്യണമെന്ന് പറയും. അങ്ങനെ ശീശ അതെടുത്ത് നോയിക്കൊണ്ടിരിക്കുമ്പം അവനാണ് ഭയങ്കര ധൃതി ആയതുകൊണ്ട് എല്ലാം കറക്റ്റാന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് സീൽ വാങ്ങിച്ചിട്ട് പോയി കാണും. അങ്ങനെ സീൽ ഇട്ടത് ഷീഗോന്റെ പേരില്ല. അതുകൊണ്ട് ഷീശയും ഷീഗോനും കൂടെ ഇപ്പൊ ഒരു 8ന്റെ പണിയായിരിക്കും കിട്ടിയ. കാരണം അവന്മാര് കൊണ്ടുവന്ന ഡോക്യുമെന്റ് തെറ്റായിരുന്നു. അതുകൊണ്ട് ആദ്യം മൊത്തത്തിൽ പ്രശ്നം വരുമ്പം അവന്മാരാണ് സീൽ ഇടുമ്പോ നിങ്ങളെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്മാരിപ്പോ പിന്മാറും. ഇത് കണ്ട് ശീശയും ഡോക്യുമെന്റ് സീൽ ചെയ്താലും കൊടുക്കും മുമ്പേ നിങ്ങളത് കറക്റ്റ് ആണല്ലേ നോക്കണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ ഭാഗത്ത് തെറ്റെന്ന് പറയുമ്പം അവന്മാരാണ് സമ്മതിച്ചു കൊടുക്കത്തില്ല. അപ്പോഴാണ് ഷീഗോനും ഇവൾ സീൽ ചെയ്ത കാരണം ശീശയ്ക്ക് ഒരു പ്രശ്നം വരില്ലെന്ന് പറഞ്ഞ് അവളുടെ ഭാഗത്തെല്ലാം കുറ്റം പറയും. പക്ഷെ എന്നും പറഞ്ഞ് ഡോക്യുമെന്റ് തെറ്റാണെങ്കിൽ അത് നിങ്ങൾ വേണം കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അവന്മാരാണ് ദേഷ്യത്തി ഓ എന്റെ പൊന്നുമോളെ നിന്റെ ശമ്പളം ഫുള്ളും കൊടുത്താൽ പോലും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ ഇവിടുന്ന് ഹീറോയിസം കാണിക്കാതെ നീ അടങ്ങിയിരി എന്നിനെ പ്രശ്നം മൊത്തം സീനാകുമ്പോഴാണ് അവസാനം ഈ കാര്യം ലിന്നു അറിയാൻ വരും. അതുകൊണ്ട് അവനാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോൺ വിളിച്ചിട്ട് ആ പ്രശ്നം അവൻ സോൾവ് ചെയ്തോളെന്ന് പറയും. അതുകൊണ്ട് ശീശി ഇവരോടൊക്കെ മിസ്റ്റർ ലിൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പറഞ്ഞ് ഇവരൊക്കെ അവരുടെ പണി നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നം സോൾവ് ആയി കിട്ടുമ്പം ശീശയാണ് സന്തോഷത്തി ഇനി ഇവളെ പേടിക്കണ്ടെന്ന് പറയും. പക്ഷെ മിസ്റ്റർ ലിൻ നമ്മളെ പ്രത്യേകം കാണാൻ വിളിച്ചേക്കോന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവന്റെ ഓഫീസിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഷീഗോനും മിസ്റ്റർ ലിൻ വല്ലതും വഴക്കുറയാണ്, തെറ്റെല്ലാം ഞാൻ ചെയ്തായിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഇവള് ശീശയോട് പറയുമ്പം അവളാണ് ഇത് ഷോക്കായിട്ട് ഷീഗോ നീ എന്തിനാ അങ്ങനെ പറയുന്നത്, ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കാതെ നിന്നെ സീലിടാൻ പറഞ്ഞ, ഇത് കാരണം നിന്നെ കമ്പനിന്ന് പുറത്താക്കിയാലോ എന്നിന് അവളും പേടിക്കുമ്പം ഷീഗോനാണ് അവൾക്കത് കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ ശീശി സത്യം മാത്രം നമുക്ക് പറയാന്നറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിച്ചില്ലും. അപ്പോഴാണ് അവനും വന്ന് കയറിയപ്പോ തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു വലിയ സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ ഇത്രയും കെയർലെസ് ആയിട്ടിരുന്നെന്ന് ചോദിക്കും. അങ്ങനെ സീലിട്ടത് ഷീഗോനാന്ന് മനസ്സിലാക്കി അവൻ അവളെ ചോദ്യം ചെയ്യുമ്പം ഇവളാണ് ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് അവനോട് സോറി പറയും. അപ്പോഴാണ് ശീശയും അവളുടെ ഭാഗത്ത് തെറ്റെന്ന് പറയാൻ വരുമ്പം പെട്ടെന്ന് ലിന്നാണ് ഇനി തൊട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇവൾ വർക്ക് ചെയ്യേണ്ട, എന്റെ കൂടെ അഡ്മിൻ ഓഫീസിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നാലും അവന് ഷീഗോനെ കുറെ അടുത്തിരുന്ന് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കാതെ അവളാണ് മിക്കവാറും എനിക്ക് 8ന്റെ പണി തരാനായിരിക്കും ആ മിസ്റ്റർ ലിങ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചെന്നറിഞ്ഞ് ഇവള് പേടിച്ചിരിക്കും. അതിനുശേഷം ഇവള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ അഡ്മിൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇവളുടെ കൂട്ടുകാരുള്ളതുകൊണ്ട് അവളുടെ തൊട്ടടുത്ത് തന്നെ അവൾ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കും. അതിനുശേഷം അവളുടെ കൂട്ടുകാരിയും എല്ലാവർക്കും ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കും. അതേസമയം അവിടേക്ക് വരുന്ന ലിന്നിനെ കണ്ടിട്ട് ഇവൾക്ക് എന്തോ പണി കൊടുക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനാണ് സാധാരണ നിങ്ങൾ എന്തോണ് കൊടുക്കുന്നത് അത് കൊടുത്താന്ന് അറിഞ്ഞിട്ട് അവന്റെ റൂമിലേക്ക് കയറി പോകും. അപ്പോഴാണ് ആദ്യം ഇവിടെ വന്ന് ചേരുന്നവർക്കെല്ലാം ഫയൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അടുക്കി വെക്കുന്ന പണിയാണ് തരുന്നത്. പക്ഷെ ഈ തവണ ഇവൾ ഒറ്റയ്ക്കായതുകൊണ്ട്
ഇവള് മാത്രം അതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെ ഇവളുടെ കൂട്ടുകാരി ആ സ്ഥലത്തേക്ക് വിളിച്ചോണ്ടായിട്ട് ഞാൻ വന്നപ്പോഴേക്ക് ഇതിനേക്കാളും മോശമായിരുന്നു, പക്ഷെ നിനക്ക് കുറച്ച് ബെറ്റർ ലക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് ബായ് പറഞ്ഞിട്ട് അവൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. അതിനുശേഷം ഷീഗോനും അവൾക്കത് ഭയങ്കര ടൈം പാസ് ആയിട്ട് എല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വെക്കുമ്പം അവിടേക്ക് നോക്കുന്ന ഇവളുടെ കൂട്ടുകാരിയാണ്, ഇത്രയും പെട്ടെന്ന് നീ ക്ലീൻ ചെയ്യാണ്, നീ 3 ദിവസം കൊണ്ട് ഈ പണിയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞ് അവൾ സന്തോഷിച്ചിരിക്കും. എന്നിട്ട് അവളും പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പം ഷീഗോനും ഇനി കുറച്ച് ഫയലും കൂടെ അടുക്കി വെച്ചിട്ട് വരാമെന്ന് പറയും. കാരണം അവൾക്കിപ്പോൾ ഇത് ചെയ്ത് മൊത്തത്തിൽ ടൈം പാസ് ആയിട്ട് മാറി. അങ്ങനെ രാത്രി വരെ ഷീഗോൻ അവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലിന്നെ ഇടയ്ക്കൊന്ന് ഇവളൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് വരും. അപ്പോഴാണ് ഇവള് വന്നത് കൂട്ടുകാരി എന്ന് വിചാരിച്ച് ആ ബെഞ്ചിലുള്ള ഫയൽസ് എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് അവൾക്ക് ആള് മാറിപ്പോയെന്ന് പറഞ്ഞ് സോറി അറിയും. പക്ഷെ അവനൊന്നും മൈൻഡ് ചെയ്യാതെ ഇവള് ചോദിച്ച ഫയൽസ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവൻ അങ്ങോട്ടേക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ സമയം ഇവൾക്ക് കൂട്ടുകൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് ഇവളെ വിളിക്കാൻ വേണ്ടി അവിടേക്ക് വന്നേക്കും. അപ്പോഴാണ് ഷീഗോനും ഇത്ര സമയം മിസ്റ്റർ ലിൻ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് അങ്ങേരെ കണ്ടോൻ ചെയ്യിക്കും. അപ്പോഴാണ് അവളുമാരാണ് മിസ്റ്റർ ലിൻ വർക്ക് കഴിഞ്ഞിട്ട് അപ്പൊ ഇതൊരു പോയില്ലെന്ന് പറഞ്ഞ് അവർ ഷോക്കാവും. അങ്ങനെ അടുത്ത ദിവസം ലിന്നാണ് അവിടേക്കൊന്ന് ഫയൽസ് ഒക്കെ വായിച്ചിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് ഇവിടെ എന്തോ ഉള്ളെന്ന് പറഞ്ഞ് അവൾ ചെന്ന് എന്തോ സംഭവം നോക്കും. അതുകൊണ്ട് അടുത്ത ദിവസം അവൻ അവിടേക്ക് വരുമ്പം ഇവളാണ് ഇവൻ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്ന ആ ഫയൽസ് എല്ലാം കറക്റ്റ് ഓർഡറിങ്ങിന് അടുക്കി വെച്ചേക്കും. അതുകൊണ്ട് ഇവനിപ്പോ ഇത് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവൻ ഇവളെ കണ്ടിട്ട് ഭയങ്കര ഷാർപ്പാന്ന് പൊക്കി പറയും. അപ്പോഴാണ് അവളും കുറച്ച് പൊങ്ങച്ചൊക്കെ കാണിച്ചിട്ട് ഇവൾക്ക് ഭയങ്കര മെമ്മറിയാന്ന് പറഞ്ഞ് എന്ത് പണിയാണെങ്കിലും ഇവള് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും പറയും. ഇത് കേട്ട് അവനാണ് പുച്ചത്തി, നിനക്ക് നല്ല മെമ്മറി പവർ, അങ്ങനെയാണ് 6 വർഷം മുമ്പുള്ള എല്ലാ ഫയൽസും നീ തപ്പി കണ്ടുപിടിച്ചിട്ട് എനിക്ക് കൊണ്ടുപോവാ എന്നിട്ട് അവൾക്കൊരു വലിയ ടാസ്ക് കൊടുക്കും. കാരണം ഇവൻ ഇതിനു മുമ്പ് കണ്ട പരിചയം പോലെ അവൾ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് അവൻ ദേഷ്യത്തിലുള്ളത്. അതിനുശേഷം ഹോസ്റ്റലിൽ വെച്ച് ഇവളും ഫുള്ള് വർക്ക് ചെയ്തിട്ട് കടന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് ഇനിയിപ്പോ എന്തോ പരിപാടി അവളുമാരായിരിക്കും. അപ്പോഴാണ് ഷീഗോനും എന്തായാലും ഫയൽസ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോണ്ട് ഇനി ഇവളിപ്പോ 2-3 ദിവസം റെസ്റ്റ് എടുക്കാൻ പോകാൻ പറയും. അങ്ങനെ അതിനുവേണ്ടി ലീവിന്റെ ആപ്ലിക്കേഷൻ ഫോമായിട്ട് ഇവള് ലിന്നിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവനാണ് 3 ദിവസം എന്തിനാ ഇവൾക്ക് ലീവ് വേണ്ടെന്ന് ചോദിക്കും. ഇത് കേട്ട് അവൾ എന്തോരാണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കാലാവസ്ഥ കുറച്ച് ശരിയല്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് വയ്യെന്ന് പറയുമ്പോൾ അവന് ഡോക്ടർ ആയതുകൊണ്ട് ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലെന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഇവനപ്പോ ഡോക്ടർ ആയിരുന്നെന്ന് പറഞ്ഞ് ഇവൾക്കറിയാത്തോണ്ട് ചോദിക്കുമ്പോൾ അവൻ ഇത് കേട്ട് ദേഷ്യത്തി ഇവൾക്ക് 3 ദിവസം ലീവ് തരാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം ഡ്രാമയുടെ തുടക്കത്തിൽ ഇവളുടെ കൂടെ ഡേറ്റിന് പോകാനുള്ള സന്തോഷത്തിലാണ് അവൻ ആക്സിഡന്റ് സംഭവിച്ചത്. പക്ഷെ അവൾക്ക് ഇവനെ കുറിച്ച് ഒരു ഓർമ്മയില്ലാത്തോണ്ടാ അവന് നല്ല ദേഷ്യം വരുന്നത്. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് അവളാണ് അവളുടെ കൂട്ടുകാരിയോട് ഡോക്ടറാണെന്ന് ഒരാളോട് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും അതിനെ കാര്യങ്ങളിൽ ദേഷ്യപ്പെടാന്ന് പറയുമ്പം ഇവൾക്ക് അതൊന്നും പിടികിട്ടാത്ത, അങ്ങനെ ചിലപ്പോൾ എന്നോടെല്ലാം പകയുള്ളതുണ്ടായിരിക്കും എനിക്ക് ലീവ് തരാത്തെന്ന് പറഞ്ഞ് അവളത് മൊത്തത്തെ അങ്ങ് കീറിക്കളയും. അതിനുശേഷം അടുത്ത ദിവസം ഷീഗോന്റെ 2 റൂംമേറ്റ്സ് ആണ് അറിയാൻ വരും അവര് മാറായിരുന്ന റൂമിലേക്ക് വേറൊരുത്തും പുതിയതായിട്ട് വന്ന് കയറിയെന്ന്. അതുകൊണ്ട് ഇവർ ഭയങ്കര ദേഷ്യത്തില്ല. കാരണം കുറെ ദിവസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ആ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജുള്ള റൂം കിട്ടത്തുള്ളൂ. പക്ഷെ പുതിയതായിട്ട് വന്ന ഒരുത്തൻ വേറെ ഡിപ്പാർട്ട്മെന്റില് ഒരു ബോസിനെ അറിയാവുന്നതുകൊണ്ട് എളുപ്പത്തിൽ കയറി ഇവളുമാര് ദേഷ്യപ്പെടും. അപ്പോഴാണ് ഷീഗോനും എങ്കിൽ പിന്നെ ഈ കാര്യം മിസ്റ്റർ ലിന്നോട് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ് അവള് വിളിക്കുമ്പം ഇവർ 2 പേരും കൂടാണ് പേടിച്ചിട്ട് മിസ്റ്റർ ലിന്നോട് പറയാണ് പിന്നെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്ന പറഞ്ഞ് അതൊന്ന് വേണ്ടെന്ന് വെക്കും. കാരണം ഈ പ്രശ്നം പോലും സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവളുമാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്ന പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കുമ്പം ഷീഗോൻ എങ്കിൽ പിന്നെ ഇവർക്ക് വേണ്ടി അവൾ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാന്ന് പറയും. കാരണം എന്തായാലും ലിന്നുമായിട്ട് ഉടക്കിയിരിക്കുക. അവിടെ ഇതും കൂടെ ചോദിച്ച പ്രശ്നമായാലും അവൾക്ക് സീനില്ലെന്ന് പറയുമ്പോൾ മറ്റവളുമാർ 2 പേരും കൂടെ അങ്ങനെ നീ ഒറ്റയ്ക്ക് ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, പ്രശ്നം വരാണ് നമുക്ക് 3 പേർക്കും കൂടെ വരട്ടെന്ന് പറഞ്ഞ് ഇവളും കൂടെ വെറുതെ ഇരിക്കാൻ പറയും. അതിനെ ശിവല്ല വർക്ക് ചെയ്യുമ്പോഴാണ് ഷീഗോനാണ് മനസ്സാണത്തില്ല അവളുടെ ഫ്രണ്ട്സ് ഇത്രയും ദിവസം ഇരുന്നിട്ടും ആ പുതിയ റൂം കിട്ടാത്തോണ്ട്. അതുകൊണ്ട് അവള് ലിന്നിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവനും ഇവളെ കണ്ടിട്ട് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും കമ്പനിയുടെ റൂൾസ് അനുസരിച്ച് മുമ്പേ വന്ന ഇവർ 3 പേരെയും കൂടെ പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ ഇവളെ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിലും ഇവളുടെ റൂംമേറ്റ്സ് കുറെ ദിവസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവർക്കെങ്കിലും ആ റൂം ഒപ്പിക്കാൻ പറയുമ്പോൾ ഇതേക്കുന്ന അവനാണ് ഇത് പറയാൻ വേണ്ടി മാത്രമാണോ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ചെറുതായിട്ട് പേടിച്ചിട്ട് ആണ് ഇത് പറയാൻ വേണ്ടി വന്നേ എന്നിന് ഇവള് പറഞ്ഞായിട്ട് അവൻ അടുത്ത സെക്കൻഡ് ആ ഹോസ്റ്റൽ മാനേജ് ചെയ്യുന്ന സ്റ്റാഫിനെ വിളിച്ചെടുത്തി ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ അവളും ഇവളുടെ റൂമിലേക്ക് ചെന്നിട്ട് ഇവരെന്തുകൊണ്ടാ സാധനങ്ങളൊന്ന് പാക്ക് ചെയ്യാത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളുമാരാണ് ഞങ്ങൾക്ക് വേണ്ടി നീ ഒറ്റയ്ക്ക് പോയി ചോദിച്ചില്ലെന്ന് പറഞ്ഞ് അവരാ കുറ്റബോധത്തിലാന്ന് പറയും. അപ്പോഴാണ് ഷീഗോനും നിങ്ങളോട് പറയാതെ പോയി എന്റെ തെറ്റല്ലെന്ന് പറഞ്ഞ് ഇവരതിനെ കുറിച്ചൊന്ന് വിഷമിക്കണ്ടെന്ന് പറയും. അങ്ങനെ ആദ്യം നിങ്ങൾ 2 പേരിൽ ഇവിടെ വന്നേന്ന് പറഞ്ഞ് ഇവരാ റൂമിലേക്ക് പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ചെന്ന് സഹായിക്കും. അപ്പോഴാണ് അവളുമാർ ആ റൂമൊക്കെ കണ്ടിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയി. അതുകൊണ്ട് ഇവൾക്കൊല്ലം തുണി കഴിയുണ്ട് അപ്പം തന്നെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഷീഗോനോട് പറയുമ്പം അവള് മിക്കുള്ള സമയത്ത് ഞാൻ ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വിഷമിക്കണമെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം ഷുവാൻഷു ആണ് ഒരു ലോണിന്റെ കാര്യമായിട്ട് ഇവൾ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് വരും. പക്ഷെ അവൻ അറിയത്തില്ല ഷീഗോൻ ഇവിടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതേസമയം ഷീഗോനും ഇന്ന് ഓഫീസിലല്ല പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവള് കുറച്ചുപേരായിട്ട് വർക്ക് ചെയ്തിട്ട്
റെസ്റ്റ് എടുക്കുമ്പോഴാണ് അവൾമാരൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കും ഇന്ന് ബാങ്കിൽ നിന്ന് ഒരു ഹാൻഡ്സമായ പയ്യൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവർ ആ ബാങ്കിന്റെ പേര് പറയുമ്പോൾ ഇതേക്കുന്ന ഷീഗ്വാനാണ് ഷോക്കായിട്ട് അത് ഷുവാൻഷു വർക്ക് ചെയ്യുന്ന ബാങ്കാന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അവൾക്കൊരാഗ്രഹമുണ്ട് സത്യത്തിൽ വന്നത് അവനായിരിക്കണമെന്ന്. അതുകൊണ്ട് അവളും പേരെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഇവരോട് ചോദിക്കുമ്പോൾ അവളുമാര് ഷുവാൻഷു എന്നെങ്ങാണ്ട് ഒരാൾ വന്നതായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ പറഞ്ഞെന്ന് പറയും. ഇത് കേട്ട് അവൾ അടുത്ത സെക്കൻഡ് തന്നെ അവനെ കാണാനുള്ള സന്തോഷത്തിൽ പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെല്ലും. കാരണം ഇവൾക്ക് ഇപ്പോഴും അവനെ മറക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് വന്ന് ലിന്നാണ് ഇതെല്ലാം കാണും. പക്ഷെ ഇതേ സമയം ഷുവാൻഷു അവന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവൻ അപ്പം തന്നെ തിരിച്ചവിടെ നിന്ന് പോകും. അങ്ങനെ പോകുമ്പോ അവനും ഷീഗോൻ ഈ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തോണ്ട് അവൾ ഇവിടെ എല്ലാം ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അവന് നോക്കിയിട്ടായിരിക്കും പോകുന്നത്. അതേപോലെ ഇവിടെ ഷീഗോനും ഗേറ്റ് വരെ പോകാതെ അവൾ പകുതിക്ക് വെച്ച് തന്നെ നിൽക്കും. കാരണം അവന് ഗുഡ് ബൈ പറഞ്ഞത് ഇവളിപ്പോ ഒന്നും കൂടെ ഓർത്ത് നോക്കി തിരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവളുടെ പുറയിലാണ് ലിന്നും ബാക്കി സ്റ്റാഫ് എല്ലാരും കൂടെ നിൽക്കും. അതോടെ അവള് മൊത്തത്തിൽ പെട്ടുപോയിരിക്കുമ്പോൾ ലിന്നാണ് ദേഷ്യത്തി ഈ സമയത്ത് വർക്ക് ചെയ്യാതെ ഇവൾ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതോടെ അവള് പേടിച്ചിട്ട് ഞാൻ ദാ ഇപ്പൊ പോകുമോ സാറെന്ന് പറഞ്ഞ് അവൾ നൈസിന് മുങ്ങാൻ നോക്കുമ്പോൾ ലിന്നാണ് ഇന്നത്തെ പണി ഫുൾ ഇവളെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഒരു 8ന്റെ പണിയെടുക്കും. എന്നിട്ട് അവൾ കഷ്ടപ്പെട്ട് സ്റ്റോർ റൂമിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതേ സമയം ലിൻ ഇവൾക്ക് ഇങ്ങനെ പണിയെടുക്കാനുള്ള കാരണം അവള് ഷുവാൻഷുവെ കാണാൻ പോയെന്ന് അറിഞ്ഞിട്ടാ. കാരണം അവൻ അവിടേക്ക് വരുന്ന കാര്യം ഇവ മുമ്പേ തന്നെ അറിഞ്ഞ്. അങ്ങനെ ആ ഒരു അസൂയില് അവൻ ഇവൾ കുറെ ടാസ്ക് കൊടുക്കുമ്പോൾ അറിയാതെ ഇവളുടെ തലയ്ക്കകത്ത് ഒരു പെട്ടിയാണ് വന്ന് വീഴും. അങ്ങനെ അതോടെ അവളുടെ ഫ്രണ്ട്സ് അവളുടെ മുറിവിനൊക്കെ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇവളെ കെയർഫുൾ ആയിട്ട് അടുത്ത പ്രാവശ്യം ഇരിക്കാൻ വേണ്ടി പറയും. അപ്പരാണ് ഷീഗോനും എന്തോ പറയാനാ ഇനി നാളെയും ഞാനാ വർക്ക് ചെയ്യണ്ട എന്ന് ഇവള് പറയുമ്പോൾ ഇത് കേട്ട് അവളുടെ ഫ്രണ്ട്സും നാളെയും നീ എന്തിനാണെന്ന് പറഞ്ഞ് അവരൊക്കെ ഷോക്കായിരിക്കും. പക്ഷെ ഇവളുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾ കഷ്ടപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇവൾ ഇങ്ങനത്തെ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് ഭാഗ്യം ഒട്ടില്ലെന്നാ തോന്നുന്നത്. കാരണം രണ്ടാമത്തെ ദിവസം ഇവൾ സ്റ്റെപ്പ് ചെയ്യുന്ന വീണ് അവളുടെ കാലുളുക്കും. പക്ഷെ എന്നാലും അവൾ തുടർച്ചയായിട്ട് വർക്കെല്ലാം തീർത്തിട്ട് അന്ന് രാത്രി അവളുടെ അമ്മയോട് ഇവൾ ഈ പ്രാവശ്യം ലീവിന് വീട്ടിൽ വരുന്നില്ലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ ക്ഷീണിച്ചടക്കുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സാണ് ഇവൾക്ക് വീട്ടിൽ പോകാൻ വൈകി എങ്കിൽ പിന്നെ അവരുടെ കൂടെ പുറത്ത് കറങ്ങാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് ഷീഗോനും ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ വീട്ടിൽ തന്നെ പോകാത്തെന്ന് പറഞ്ഞ് ഇവൾക്കിപ്പോ വയ്യെന്ന് പറയുമ്പോൾ അവളുമാര് പോകുന്ന ഷുവാൻഷു ജോലി ചെയ്യുന്ന സ്ഥലമെന്ന് മനസ്സിലാക്കും. അതോടെ ഇവളാണെ പെട്ടെന്ന് എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് അവൾ സമ്മതിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾമാരുടെ കൂടെ ഷീഗോനെ കറങ്ങാൻ പോകുമ്പോഴാണ് അതേസമയം ഇവരെ കണ്ട് ലിന്നാണ് കാറായിട്ട് അവിടേക്ക് വരും. അങ്ങനെ അവനും ഇവര് പോകുന്ന അതേ സ്ഥലത്തേക്ക് പോകാമെന്ന് മനസ്സിലാക്കി അവളുമാർ ലിഫ്റ്റ് വയ്ക്കുമ്പോൾ ഷീഗോനാണ് ഇവിടെ കേറണ്ടി എന്ന് പറഞ്ഞ് അവൾ വേണ്ടെന്ന് റിയാക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവളുമാർ ഇതൊന്നും മനസ്സിലാക്കാതെ നീ എന്തോടി കയ്യൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അങ്ങ് പോകും. അങ്ങനെ ഷീഗോൻ ഫ്രണ്ട് ഇരുന്നാല് മിസ്റ്റർ ലിന്നുമായിട്ടുള്ള പ്രശ്നമൊക്കെ തീരത്തോളം പറഞ്ഞ് അവൾ ഈ ചാൻസ് മുതലെടുക്കാൻ പറഞ്ഞ് അവളെ ഫ്രണ്ടിലാക്കും. അതോടെ ഇവളാണ് മൊത്തത്തിൽ പെട്ടുപോയിട്ട് നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ അതിൽ എനിക്കൊന്ന് എനിമീസ് ആണോന്ന് പറഞ്ഞ് അവൾ എന്താണെന്ന് അറിയാതെ അവസാനം സൈലന്റ് ആയിട്ട് അവന്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ ഇരിക്കും. അതിനേശം പോകുന്ന വഴിക്കും ഇവളൊന്ന് മിണ്ടായിരിക്കുന്നിട്ട് പുറയുന്ന അവളുടെ കൂട്ടുകാരിയും വല്ല മിണ്ടാൻ വേണ്ടി പറയും. പക്ഷെ ഇവളാണ് ഒന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോഴാണ് ഇതേ കണ്ട് ലിന്നാണ് ഇവരെവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾമാർ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിൽ പോകാൻ പറയും. ഒരു മിസ്റ്റർ ലിൻ അവിടെ പോകുന്നില്ല ഞങ്ങളെ പകുതിക്ക് ചറക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇവളുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഷീഗോനാണ് ക്ഷീണിച്ച് മൊത്തത്തിൽ അങ്ങ് ഉറങ്ങിപ്പോകും. ഇതേ സമയം അവളുമാരും ഷീഗോൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കഷ്ടപ്പെട്ട് അവളുടെ തലയിലൊക്കെ ബോക്സിൽ നിന്ന് മുറിഞ്ഞു എന്നറിയും. അപ്പോഴാണ് ഇതേക്കുന്ന ലിന്നാണ് ഇവൻ കാരണമല്ലേ ഇവൾ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ് അവനത് ചെറിയ കുറ്റബോധമാകും. അങ്ങനെ അവസാനം ഇവർ വരേണ്ട സ്ഥലത്ത് വന്നെത്തുമ്പോഴാണ് ഷീഗോനെ ഉറക്കത്തിൽ നിന്നിട്ട് നമ്മൾ എവിടെ എത്തിയും ചോദിക്കും. അപ്പോഴാണ് അവൾ അറിയാൻ വരുന്ന ഇവള് നല്ലോണം ഉറങ്ങിയതുകൊണ്ട് ലിന്ന അവർ ഇവിടം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് അവളൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഇത് കണ്ട് അവളുമാരും താങ്ക് യു മിസ്റ്റർ ലിൻ എന്ന് പറഞ്ഞ് അവരും പുറത്തേക്ക് ഇറങ്ങും. അതിനേശം ലിന്ന അവിടെ നോക്കുമ്പോഴാണ് ഇവളുമാരും മാനേജറിന് നല്ല മനസ്സാന്ന് പറഞ്ഞ് അവരിവിടം വരെ കൊണ്ടാക്കി പറയും. കൂടാതെ കിട്ടിയ ചാൻസ് നിനക്ക് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ തീർത്തോടെ എന്നറിഞ്ഞ് ഇവളുടെ കൂട്ടുകാരും ചോദിക്കുമ്പോൾ അവളാണ് അവന്റെ കൂടെ അങ്ങനെ കൂട്ടുകാരോട് എന്തോ ചെയ്യാമെന്നും ചോദിക്കും. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമാകുമ്പോൾ മറ്റൊരുത്തിയും നമ്മൾ തമ്മിൽ പ്രശ്നം വേണ്ട അമ്പലത്തിൽ വന്നാൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഇവരൊക്കെ അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അമ്പലത്തിൽ എത്തിയിട്ട് ഷീഗോനും ഞാൻ എന്തോ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞ് അവളിങ്ങനെ കുറെ ആലോചിച്ച് നോക്കിയിട്ട് അവസാനം അവൾ തീരുമാനിക്കും ഇവൾ ഇത്രയും ദൂരം കഷ്ടപ്പെടുത്തിയ മിസ്റ്റർ ലിൻ കുറച്ച് ദിവസത്തേക്ക് കമ്പനിയിലൊന്നും വരാതെ ഇവളെ വിട്ട് അകന്ന് നിൽക്കണമെന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇവൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ പറ്റുമെങ്കിൽ അവൻ ഇല്ലാതാക്കാൻ വല്ല ഏലിയം വന്ന് പിടിച്ചിട്ട് പോയാലും ഇവൾ കുഴപ്പമില്ലെന്ന് പറയും. എന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പ്ലേസിലേക്ക് പോകുമ്പോഴാണ് അവളുമായി രണ്ടുപേരും കൂടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അവിടെ ചെന്ന് വെട്ടി വിഴുങ്ങാന്ന് പ്ലാൻ ചെയ്ത് കാണും. അപ്പോഴാണ് ഷീഗോനും ഇവളുമാരപ്പോ ഷുവാൻഷു വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ അടുത്തേക്ക് പോകുന്നില്ലെന്ന് വിചാരിച്ച് അവളാണ് ആ ബാങ്കിന്റെ അടുത്തുള്ള സ്ഥലത്ത് നമുക്ക് പോകാന്ന് പറഞ്ഞ് അവിടെ കുറെ കടകളുണ്ടെന്ന് അറിയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവളുടെ കൂട്ടുകാരിയും ഓ ഷീഗോൻ ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തയാ നമുക്ക് ദൂരമല്ലേ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ചെന്ന് വെട്ടിവാരി കഴിക്കാം അതാ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്നിട്ട് അവളുമാരും പറയുമ്പം ഇത് കേട്ട് ഷീഗോനും ഇവൾമാരുടെ കൂടെ പോയ പിന്നെ ഷുവാൻഷുവെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് ചെന്ന കുറെ ഹാൻഡ്സം ആയിട്ടുള്ള പയ്യന്മാരൊക്കെ വരും.
പറയും. അങ്ങനെ ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവളുടെ ഫ്രണ്ട്സും എങ്കിൽ പിന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവരവസാനം ഷിയുഗാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെല്ലും. ഇതേ സമയം ബാങ്കിന് തൊട്ടടുത്തുള്ള ആ ഫേമസ് ആയ ഷെങ്യുവൻ കമ്പനി കാണിക്കുക. അവിടാണ് ലിൻ ഇപ്പൊ വന്നേക്കുന്നത്. കാരണം അവന്റെ അപ്പൂപ്പന്റെ കമ്പനിയാണത്. അതായത് ഷെങ്യുവൻ ഇവന്റെ സ്വന്തം കമ്പനി എന്നാണ് പറയാം. ഒരു ചെറിയ ബിസിനസ്സുകാരായിട്ട് മാത്രം അവൻ ഷീഗുവാന്റെ കമ്പനി ഒരു മാനേജറായിട്ട് ചേർന്നേക്കുന്നത്. അങ്ങനെ അവൻ അതിനെക്കുറിച്ചൊക്കെ അവന്റെ അപ്പൂപ്പനോട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതേ സമയം ഷീഗുവാനും ഇവരിപ്പോ അവിടേക്ക് തന്നെ വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സും മിസ്റ്റർ ലിൻ ഇവിടേക്കല്ല വരുന്നതെന്ന് പറഞ്ഞ് അങ്ങേരെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഷീഗുവാനും ലിന്നിനെ കാണാമെന്നല്ല, ഇവിടെ അടുത്തൊരു കിടിലം കടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് അവളുമാരാണ് കണ്ടിട്ട് കുറച്ച് വില കൂടിയ ഹോട്ടലായിട്ട് തോന്നുന്നറിഞ്ഞ് അവളുമാര് ബില്ലിനെ ഓർത്ത് പേടിച്ചിരിക്കും. അപ്പോഴാണ് ഷീഗുവാനും അതൊന്നും കുഴപ്പമില്ല, ഇവിടെ കുറച്ച് ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോഴാണ് അവളുമാരാണ് പേടിച്ചിട്ട് ഇത്ര സാധനം കാണുമെന്ന് പറഞ്ഞ് അവർ ചോദിക്കുമ്പോൾ ഷീഗുവാൻ അത് കേട്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ വേറെയും കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അങ്ങനെ അതോടെ അവളുമാരാണ് പേടിച്ചിട്ട് ഇത് കഴിക്കാനും പറ്റത്തില്ല, കൂടെ നല്ല പൈസയാവെന്ന് പറഞ്ഞ് ഇവരൊക്കെ പറയുമ്പോൾ ഷീഗുവാനും കൂളായിട്ട് കഴിക്കാൻ അത്രയ്ക്ക് സമയം എടുക്കെങ്കിൽ എങ്കിൽ പിന്നെ നമുക്ക് പതിയെ കഴിച്ചു തീർക്കാന്ന് പറഞ്ഞ് ഇവളും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ഇവൾ നോക്കുന്ന ഈ കടയുടെ ഓപ്പോസിറ്റ് ഉള്ള ഷുവാൻഷു വർക്ക് ചെയ്യുന്ന ബാങ്കാണ്. അങ്ങനെ ഒരു തവണയെങ്കിലും അവനെ കാണണമെന്ന് വിചാരിച്ച അവൾ ഇവിടേക്ക് വന്ന്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം ഫുഡ് കഴിച്ച് തീർക്കുമ്പോഴാണ് അവരടുത്തായിട്ട് എങ്ങോട്ടൊക്കെ ഇനി പോകേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഷീഗോനും ഇവിടെ അടുത്തൊരു സ്നാക്സ് കഴിക്കുന്ന കടയുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ കേക്കെല്ലാം അടിപൊളിയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവളുമാര് പേടിച്ചിട്ട് ഇനിയും കഴിക്കാനോ, പ്ലീസ് നമുക്ക് വേറെ എന്തെങ്കിലും സ്ഥലത്ത് പോകാം എന്നിന് അവർ ചോദിക്കുമ്പോൾ ഷീഗോൻ ആ കടയിലെ കേക്കൊക്കെ അടിപൊളിയാന്ന് പറയും. അങ്ങനെ സ്ട്രോബെറി പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കുറെ ഉണ്ടെന്ന് ഇവൾ കൊതിപ്പിക്കുമ്പോൾ അതിലൊരുത്തി പെട്ടെന്ന് അങ്ങ് ഓക്കെ ആകും. പക്ഷെ മറ്റൊരുത്തി വേണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഷീഗോനും ആ ബാഗിന്റെ തൊട്ടടുത്ത കടയായതുകൊണ്ട് ഇവൾക്ക് അധികം ഇപ്പൊ നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് നൈസിന് ഇവരെയും വിളിച്ചോണ്ട് അവൾ ഉദ്ദേശിച്ച കടയിൽ തന്നെ ചെല്ലും. അതിനുശേഷം അവളും ആ ബാങ്കിന്റെ എൻട്രി തന്നെ നോക്കിക്കൊണ്ടിരിക്കും ഷുവാൻഷോ വരുന്നോ ഇല്ലയോ എന്ന്. ഇതേ സമയം ഇവളുടെ ഫ്രണ്ട്സ് ആണ് ഇവിടത്തെ കേക്കൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞ് അവരടിച്ചുവാരി കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതിലൊരുത്തിയും ഡയറ്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് കണ്ടപ്പോ എന്റെ കൺട്രോൾ ഇട്ടുപോയെന്ന് പറഞ്ഞ് ഇവൾ എന്നാലും ഒരു ദിവസം കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഷീഗോനാണ് ഈ കേക്കിനെ പോലെ തന്നെ ഷുവാൻഷോ വിചാരിച്ചു വെക്കും. അതായത് അവനെ ഓർത്തിട്ട അവൾ ഇവിടെ കൊന്ന്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അപ്പൊ നമ്മളെ തന്നെ ഇടയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അത് പെട്ടെന്ന് മറക്കുമെല്ലാം ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയും എല്ലാം സമയം എടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾ അഡ്വൈസ് ചെയ്യും. അധികയുടെ ഷീഗോനും എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഷുവാൻഷോ മാർക്കാന്ന് അവൾ കുറച്ച് കോൺഫിഡൻസ് ആകും. അപ്പോഴാണ് ഇവളുമാർക്കാണ് മനസ്സിലാവുന്ന ശനിയാഴ്ച ഏത് ബാങ്കിലെ ഹാൻഡ്സമായ പയ്യന്മാരൊക്കെ ജോലി ചെയ്യാൻ വരുന്നതെന്ന്. അങ്ങനെ അത് കേട്ട് അടുത്ത സെക്കൻഡ് ഷീഗോനും പറഞ്ഞ പോലെ ഇന്ന് ശനിയാഴ്ച ആണല്ലേ, ഞാനും ആ കാര്യം മറന്നു എന്നിന് അവള് മൊത്തത്തിൽ അങ്ങ് ഷോക്കായി പോകും. കാരണം ഈ സ്ഥലം കേട്ടപ്പോ ഷുവാൻഷോ കാണണമെന്ന് ഒരേ ഒരു ചിന്തയില്ല അവൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടെ. പക്ഷെ ആ പ്ലാൻ മൊത്തത്തിൽ ഇപ്പൊ ഫെയിലായി. ഇതേ സമയം ഷുവാൻഷുവിനെ കാണിക്കുവാണ്. അവനാണ് ഇന്ന് കുറച്ച് ഓവർ ടൈം വർക്ക് ചെയ്ത് ഇപ്പോഴും ബാങ്കിലാണുള്ളത്. അതിനുശേഷം അവന് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവർ സ്നാക്സ് കഴിച്ച് അതേ കടയിലേക്ക് വരുന്നത്. അങ്ങനെ അവൻ വന്നേക്കുന്ന റോങ്ങിനെ മീറ്റ് ചെയ്യാൻ. കാരണം ഇവന്റെ അമ്മ ഇവളുടെ കുറച്ച് സ്നാക്സ് കൊടുത്ത് അയച്ചായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി അവൻ ഇവിടേക്ക് വന്ന്. എന്നിട്ട് അവൻ ഇവൾക്ക് താങ്ക്സ് പറയുമ്പം അവളാണ് പണ്ടോട്ടെ നമ്മൾ പരസ്പരം ഇങ്ങനെ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇതിന്റെ ആവശ്യമെന്ന് പറയും. കൂടാതെ ഇവന്റെ തൊട്ടടുത്ത കമ്പനി തന്നെ ഇവളിപ്പോ വർക്ക് ചെയ്യുക, അതും അവൾ ആഗ്രഹിച്ച പോലെ ആ ഷെങ്യുവൻ കമ്പനി. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇവൻ എപ്പോഴും ഇങ്ങനെ കാണാന്ന് പറഞ്ഞ്. അതിനുശേഷം അവനും ഇവൾ ചെയ്ത സഹായത്തിന് ഇവൾ കഴിക്കാൻ വല്ല ഫുഡ് ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ അവളാണ് സ്ട്രോബെറി കേക്കൊക്കെ ഓർഡർ ചെയ്യും. അപ്പോഴാണ് ആ സ്റ്റാഫ് പറയുന്ന ഇപ്പൊ അവസാനമായിട്ട് ഗ്രൂപ്പ് വന്ന് എല്ലാ കേക്ക് വാങ്ങിച്ചോണ്ട് പോയതേ ഉള്ളെന്ന്. അതുകൊണ്ട് ഇവളാണ് എങ്കിൽ പിന്നെ ഉള്ള കേക്ക് എടുത്തോണ്ടാന്ന് പറഞ്ഞ് അവളും പറഞ്ഞേക്കും. അങ്ങനെ ആ സ്റ്റാഫ് ഉദ്ദേശിച്ച ഷീഗോൻ അവളുടെ ഫ്രണ്ട്സിനെ. അതുകൊണ്ട് ഇവ വന്ന സമയം നോക്കി അവരെപ്പോഴേ പോയി കാണും. അതിനുശേഷം ഇവിടെ റോങ് ആണ്. ഇവനിപ്പോ ജോലിയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോ ഡേറ്റിംഗ് ഒന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ആദ്യം കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് മാത്രമേ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ എന്ന് പറയും. കാരണം അവന്റെ കുടുംബത്തിൽ അവൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാലേ ഉള്ളു. എന്നിട്ട് ഇവിടെ ഷീഗോനും അവളുടെ ഫ്രണ്ട്സായിട്ട് തിരിച്ച് അവൾ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് തിരിച്ചെല്ലുമ്പോഴാണ് ഇവളാണ് അവസാന നിമിഷവും അവനൊരു പ്രാവശ്യം കണ്ടോടെന്ന് അറിഞ്ഞ് അവൾ കുറെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ലിംഗും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവനാണ് ഇവനായിട്ട് എപ്പോഴും വന്ന ശരീരം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവളുടെ ഫ്രണ്ട്സും ഒരു ടാക്സി പിടിച്ചിട്ട് ഇവൾ അകത്തേക്ക് ഇറങ്ങാൻ വിളിക്കുമ്പോഴാണ് ഇവൾ കുറെ സമയമായിട്ട് ഷുവാൻഷു ജോലി ചെയ്യുന്ന ബാങ്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവരാണ് നീ സത്യത്തിൽ ആരെ കാണാൻ വേണ്ടിയാ വന്ന് ഷീഗോന്ന് പറഞ്ഞ് അവർ ചോദിക്കും. അപ്പോഴാണ് ഇവളും അങ്ങനെ ഒരാളെ കണ്ടാലെന്ന് പറഞ്ഞ് ഇവൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തേന്ന് പറഞ്ഞ് ഇനി അതിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് വന്ന് ഇവരും തിരിച്ചു പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ ലിന്നാണ് അന്ന് ആക്സിഡന്റ് ഇവന്റെ കൈ പോയതുകൊണ്ട് ചെക്കപ്പിന് വേണ്ടി ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അങ്ങേരും ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് കൈ ഗുണമായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഇവന്റെ പഴയതുപോലെ സർജറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവരും കുറച്ച് സങ്കടത്തി അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവന്റെ കൂടെ മുമ്പ് ജോലി ചെയ്തൊരു ഡോക്ടറാണ് ഇവനെ കണ്ടിട്ട് അടുത്തേക്ക് വരും. അങ്ങനെ കണ്ടിട്ട് കുറെ ആയെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്ന ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ലിന്നാണ് കുറച്ച് വിഷമിച്ചിട്ട് അവനിപ്പോ ഒരു ഡോക്ടർ അല്ലെന്നറിയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു വണ്ടി പെട്ടെന്ന് ഒരു അമ്മൂമ്മയെ നോക്കി ഇടിക്കാൻ വരും. അപ്പോഴാണ് ഇത് കാണുന്ന ലിന്നാണ് ഓടിച്ചെന്ന് അവരെ രക്ഷിക്കുന്നത്. ഇതേ സമയം അവന് കുറച്ച് ഇഞ്ചുറി പറ്റി കാണും. അങ്ങനെ അതിനുശേഷം ഇവിടെ കമ്പനിയിലാണ് എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ മീറ്റിംഗിന് വിളിച്ചിരുത്തി മിസ്റ്റർ ലിന്നിന് 1 മാസത്തേക്ക് കമ്പനിയിലേക്ക് വരത്തില്ലെന്ന് പറയും. അങ്ങനെ അവനെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയെന്ന് പറയുമ്പോൾ ഇതേക്കുന്ന ഷീഗോനാണ് പേടിച്ചിട്ട് എന്റെ അമ്മോ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയോ, ഞാൻ പ്രാർത്ഥിച്ചോണ്ടാണ് ദൈവമേ ആ ലിന്നിന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയെ എന്നിന് അവളും മൊത്തത്തിൽ പേടിച്ചു. അതുകൊണ്ട് അവന് പകരം ആരെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇവിടുത്തെ ഫയൽസ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവള് കുറ്റബോധം കാരണം ഞാൻ ചെന്ന് കൊടുക്കാന്ന് പറഞ്ഞ് ഇവൾ ആദ്യം കൈവെക്കും. അതുകൊണ്ട് എല്ലാരും കൂടെ മിസ്റ്റർ ലിങ്ങിനെ കാണാൻ ഇത്രയ്ക്ക് ആക്രാന്നെന്ന് പറഞ്ഞ് അവരൊക്കെ കുറച്ച് ഷോക്കായിട്ടായിരിക്കും ഇവളെ നോക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളും ഞാനും മിസ്റ്റർ ലിങ്ങും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ ചാൻസ് മുതലെടുത്ത് ഞങ്ങളുടെ ബന്ധം വളർത്താൻ നോക്കുമെന്ന് പറഞ്ഞ് ഇവളൊരു റീസൺ പറയും. അങ്ങനെ അതിനുശേഷം അന്ന് വൈകിട്ട് തന്നെ ഇവൾ അവന്റെ വീട് അന്വേഷിച്ച് നേരെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ആന്റിയാണ് ഇവൾ ആരാൻ തിരക്കുമ്പോൾ അവളും കമ്പനിയിൽ നിന്ന് ലിന്നെ കാണാൻ വേണ്ടി അന്നേന്ന് പറയും. അപ്പോഴാണ് ഇവരാദ്യം അവനെ ചെന്ന് വിളിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവളാണ് പേടിച്ചിട്ട് ഈ ആന്റി ഒരു സെക്കൻഡ് മിസ്റ്റർ ലിന്ന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടർ എന്താ പറഞ്ഞു എന്നിന് ഇവള് ചോദിക്കുമ്പോൾ അവരാണ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിന് മുമ്പുള്ള ഒരു ഇഞ്ചുറി കാരണം അവൻ അധികം നടക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവള് പേടിച്ചിട്ട് നടക്കാനൊക്കത്തില്ല, ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവൻ ഓഫീസിലും വരത്തില്ല, ഇപ്പൊ ഞാൻ എങ്ങനെ അവന് നേരിട്ട് ചെന്ന് കാണുന്നത്, ഞാൻ കാരണം സംഭവിച്ച പോലെ എനിക്ക് ഫീൽ ആവുന്നത് എന്നിന് ഇവളോർത്ത് പേടിച്ചിട്ട് ഇവിടുത്തെ ആന്റിയോട് ആ ഫയൽ ചെന്ന് അവനോട് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അകത്തിരുന്ന് അവനാണ് ആരാ വന്നേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ ലേഡിയും ഓഫീസിൽ നിന്ന് ഒരാൾ വന്നേക്കോന്ന് പറഞ്ഞ് ഇവർ ഫയൽ വാങ്ങിച്ചോണ്ടായിട്ടേന്ന് ചോദിക്കുമ്പോൾ അവനാണ് വ്യക്തിയെ തന്നെ അകത്തേക്ക് കയറി വരാൻ പറയും. അതിന് ഇവള് പതി ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പം അവന് വന്നേക്കുന്നത് ഇവളാന്ന് പറഞ്ഞിട്ട് കുറച്ച് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അവളും ഞാനല്ലാതെ ബാക്കി എല്ലാവരും ബിസിയാന്ന് പറഞ്ഞ് ഇവന്റെ ഫയൽസ് കൊടുക്കുമ്പം അവനെങ്കിൽ പിന്നെ നോക്കിത്തരാന്ന് പറഞ്ഞ് ഇവളെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ കുറെ മണിക്കൂറിന് ശേഷം ആന്റി ഇവളുടെ ഫയൽസ് കൊടുത്തിട്ട് ഈ ഫയൽസ് ഒക്കെ നാളെ ഇവളെ കൊണ്ടുവരാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവള് ഷോക്കായി, ആഴ്ച ഒരു പ്രാവശ്യമല്ലേ ഈ ഫയൽസ് കൊണ്ടുവരാൻ പറഞ്ഞ്, പക്ഷെ ഇവൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നിന് അവള് നാളെയും പറഞ്ഞെന്ന് പറഞ്ഞ് പേടിച്ചു. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും ഫയൽസ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരുമ്പം ഇവൻ കുറെ സമയം വായിക്കുന്നുണ്ട്, അവളും ബോറടിക്കുമെന്ന് പറഞ്ഞ് ഇവൾ ഫോൺ എടുക്കാൻ മറന്നുകൊണ്ട് ഇവിടുത്തെ ബുക്സ് ഒക്കെ വായിച്ചോട്ടം ചെയ്യിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ ഡോക്ടേഴ്സ് പഠിക്കാനുള്ള, അതുകൊണ്ട് ഇവൾക്ക് ബോറടിക്കും പറഞ്ഞ് അവളെ ചെന്ന് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ അവിടുത്തെ ആന്റിയോടൊക്കെ സംസാരിച്ചിട്ട് അവൾ ഓരോ ഫ്രൂട്ട്സും കഴിച്ചു തീർക്കുമ്പോഴാണ് അവസാനം ഇവളും ഫുള്ളും കഴിച്ചു തീർത്ത പിന്നെ എന്നെ കൊതിച്ചായിട്ട് വിചാരിക്കും പറഞ്ഞ് അവൾ കുറച്ച് ബാക്കി വെച്ചേക്കും. എന്നിട്ട് അവൻ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവള് പതി ഇങ്ങനെ എത്തി നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവനാണ് ഇവളെ നോക്കും. അതോടെ ഇവള് മൊത്തത്തിൽ പേടിച്ചിട്ട് അവന് ജസ്റ്റ് ഹായ് ഒക്കെ പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവനാണ് ഇവൾ അകത്തേക്ക് വിളിക്കും. അതിനേശം ഇവളും എന്നെ എന്തിനെ വിളിച്ചെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവന് ഫയൽസ് കാര്യമായിട്ട് ഇവളോട് കുറച്ച് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ എടുത്ത് സംസാരിക്കും. അപ്പോഴാണ് അവനും ഇവിടുത്തെ ആന്റി കുറച്ച് ദിവസം ലീവ് എടുക്കാന്ന് പറഞ്ഞ് ഈ വീട്ടിന്റെ താക്കോല് ഇവൾക്ക് തരാന്ന് പറയും. അത് കേട്ട് അവളാണ് ഞെട്ടിപ്പോയിട്ട് ഡോക്യുമെന്റ്സ് തരാനല്ലേ ഒന്ന്, എനിക്കെന്തിനാ വീടിന്റെ താക്കോലൊക്കെ എന്നിന് അവളും അത്രയൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ ഇവനാണ് നടക്കാൻ പറ്റാതെ പിന്നെ ഇവള് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവൻ തുറക്കണം ചോദിക്കും. അപ്പോഴാണ് അവളും അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ താക്കോല് വാങ്ങിച്ചോളെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഓഫീസിലാണ് ലിൻ സൈൻ ഇടാനുള്ള എല്ലാ ഡോക്യുമെന്റും അവിടുത്തെ എംപ്ലോയീസ് എല്ലാം ഇവളുടെ ഏൽപ്പിക്കും. കാരണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാ ദിവസവും ലിൻ ഇവളെ വീട്ടിൽ വരുത്തിപ്പിക്കുക. അതുകൊണ്ട് അവൾ ഇത്രയും ഭാരമൊക്കെ ഏറ്റെടുത്ത് ഈ ഫയൽസ് ഒക്കെ അവന്റെ ചെന്ന് കൊടുക്കുമ്പോൾ അവനാണ് ഇവൾ അവിടെ ചെന്നിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും കുടിക്കാൻ വല്ലതും വാട്ടർ വേണമെന്ന് പറഞ്ഞ് അവൾ ഗ്ലാസ് എടുത്തോണ്ട് ചെല്ലുമ്പോൾ അവിടെ വെള്ളം കാണത്തില്ല. അതിനുശേഷം ഇവളും ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണമെന്ന് പറഞ്ഞ് വീണ്ടും ഇവനെ ശല്യപ്പെടുത്തുമ്പോഴാണ് അവൻ തിരിച്ചൊന്നും പറയാതെ ആ ഫയൽസ് ഒക്കെ നോക്കാൻ തുടങ്ങും. എന്നിട്ട് അവള് ചൂടുവെള്ളം വേണമെങ്കിൽ ഐസ് എടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവനെ കുറെ സഹായിക്കാൻ നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കി അവനാണ് ഇവൾ എന്തേലും തെറ്റ് ചെയ്താന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്ത് എന്നെ കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ എന്നിന് അവളും ചോദിക്കുമ്പോൾ അവനാണ് ആദ്യ ദിവസം എന്നെ കണ്ടുപിടിച്ച് ഇവൾ എന്തോ കുറെ ആലോചിച്ചുവിടുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവൻ എന്തോ സംഭവം ചോദിക്കുമ്പോഴാണ് ഇവളാണ് ഇവൻ അമ്പലത്തിൽ വെച്ച് പ്രാഗിയൊക്കെ ഓർത്ത് പറയണോ വേണ്ടെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവനും ഇതവന്റെ രണ്ടാമത്തെ ആക്സിഡന്റ് ആണെന്ന് പറയും. അങ്ങനെ ആദ്യത്തെ ആക്സിഡന്റ് കാരണം ഇവന് ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ രണ്ടാമത്തെ ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് ഇവൾക്കും എല്ലാം പഴയത് ഓർമ്മ വരുവാണ് അവന് സന്തോഷമുള്ളെന്ന് പറയും. അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്ന അന്ന് അവളുടെ കൂടെ ഫിക്സ് ചെയ്ത ഡേറ്റിനെ കുറിച്ച്. അതുകൊണ്ട് അത് അവൾക്ക് ഓർമ്മ വന്ന സന്തോഷമുള്ളെന്ന് പറയുമ്പോൾ ഇവൾക്കാണ് എന്തോന്ന് പിടിയിട്ടത്തില്ല. അതുകൊണ്ട് അവളും എന്തോ ഓർമ്മയാ ഞാൻ ഓർത്ത് നോക്കണ്ടേന്ന് പറഞ്ഞ് ഇവൾ അവനോട് ചോദിക്കുമ്പോൾ അവനും പെട്ടെന്ന് ദേഷ്യത്തി ഇവൾക്ക് സത്യത്തിൽ അപ്പൊ ഇവൻ ഒട്ടും ഓർമ്മയില്ലെന്ന് വിചാരിച്ച് അവൾ ഇനി തൊട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും. അതിനുശേഷം അവിടെ നിന്ന് അവൾ നേരെ കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ ടേബിളിലേക്ക് നാളെ ഇവൾ കൊണ്ടുപോകാനുള്ള ഫയൽസ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കും. അപ്പോഴാണ് അത് കണ്ട് ഷീഗോനും ഇനി വരണ്ടെന്നല്ലേ പറഞ്ഞെന്ന് വിചാരിച്ച് ഇവൾ കൊടുക്കാലെല്ലാം ഫയൽസ് എടുത്ത് അവിടുത്തെ ഹെഡിന്റെ അടുത്ത് ഏൽപ്പിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഇവളുടെ കൂട്ടുകാരിയാണ് നീ അപ്പൊ ഇനി തൊട്ട് മിസ്റ്റർ ലിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇനി വീട്ടിലേക്ക് വരണ്ടെന്ന് ലിൻ പറഞ്ഞ കാര്യം ഇവളുടെ കൂട്ടുകാരോട് പറയും. അത് കേട്ട് അവൾക്ക് വിശ്വസിക്കാനൊക്കത്തില്ല, ചുമ്മാ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവളോട് അങ്ങനെ പറഞ്ഞെന്ന്. അതുകൊണ്ട് എന്തേലും
എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് കൂട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കുമ്പം ഷീഗോനെ കുറെ ആലോചിച്ച് നോക്കിയിട്ടും അവൾക്കൊന്നും പിടിയിട്ടില്ലെന്ന് പറയും. എന്തായാലും ഇനി മിസ്റ്റർ ലിന്റെ വീട്ടിൽ പോകാത്തോണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അവൾക്കത് ആശ്വാസമായി. അപ്പരാണ് ഇവളുടെ കൂടെ വർക്ക് ചെയ്ത മറ്റേ ശീശിയാണ് വിളിച്ചിട്ട് എന്താടി നീ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് അവരടുത്തേക്ക് വരും. അപ്പരാണ് ഷീഗോനും ഫോൺ സൈലന്റ് ആയിരുന്നു ചേച്ചിന്ന് പറഞ്ഞ് ഇവളും പറയുമ്പം ശീശിയാണ് ഇവർക്കെതിരെ മുമ്പ് കംപ്ലൈന്റ് ചെയ്ത ആ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനെ പോലീസ് ഒരു സംശയത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് പോയെന്ന് പറയും. അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾക്കൊക്കെ ഞാൻ സെലിബ്രേഷൻ തരാന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പാർട്ടി എടുക്കും. അങ്ങനെ അതിനുശേഷം ലിന്നും കുറെ ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവതരിച്ച് കമ്പനിയിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ഷീഗോൻ അവളുടെ കൂട്ടുകാരും കൂടെ നടന്നു വരും. അപ്പോഴാണ് അവന് ഷീഗോനെ മൈൻഡ് ചെയ്യാതെ ഫയൽസ് ഒക്കെ എടുത്തോണ്ട് അവന്റെ ഓഫീസിലേക്ക് വരാൻ ഷീഗോന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് പോകും. അങ്ങനെ അപ്പൊ തൊട്ട് ലിന്നാണ് ഷീഗോൻ ഒരു പണി പോലും കൊടുക്കത്തില്ല. അതുകൊണ്ട് അവളും ഞാനിപ്പോ മൊത്തത്തിൽ ഫ്രീ ആയെന്ന് പറഞ്ഞ് അവൾ എന്തോ നടക്കുന്ന പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ലിൻ ഇവളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ശുവാൻഷുവിനെ കാണിക്കുക. അവന്റെ ഹാർഡ് വർക്കിനെ കണ്ടിട്ട് അവന്റെ ബോസും അവന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കും. അതുകൊണ്ട് അവനാണ് സന്തോഷത്തിൽ ഈ കാര്യം അവന്റെ അനിയനോട് വിളിച്ചു പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഞാനും നിന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്, അതിന്റെ ക്രെഡിറ്റ് എനിക്കും വേണം ചേട്ടാന്ന് പറഞ്ഞ് ഇവ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ശിവാൻഷുവും മൊത്ത ക്രെഡിറ്റ് നിനക്കാന്ന് പറഞ്ഞ് ഇവനും പറഞ്ഞിട്ട് എന്തായാലും ഒഫീഷ്യലായിട്ട് അവിടെ വർക്കിന് പോകാത്തോണ്ട് ഈ കാര്യം അമ്മയോട് ഇപ്പൊ പറയണമെന്ന് പറയും. അപ്പോഴാണ് അനിയനും എങ്കിൽ പിന്നെ റോങ്ങിനോടും ഈ കാര്യം പറയണ്ടെന്ന് അവനും ചോദിക്കുമ്പം ഇത് കേട്ട് ശിവാൻഷുവും റോങ്ങുമായിട്ട് ഇവൻ ഇപ്പോഴും ടച്ചിലാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അനിയനും റോങ് എപ്പോഴും ഇവന് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞ് ഈ ബർത്ത്ഡേക്ക് അവൾ ഗിഫ്റ്റ് എന്ന കാര്യമൊക്കെ പറയും. അതുകൊണ്ട് ചേട്ടന് ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഒപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവനും ചോദിക്കുമ്പം ശിവാൻഷു ആണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അവൻ ആ ടോപ്പിക് അതോടെ അങ്ങ് നിർത്തും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം ഷീഗുവാൻ അവളുടെ തുണിയൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇടാൻ വേണ്ടി അവളുടെ കൂട്ടുകാരി വിളിക്കുമ്പം അവളാണ് വാഷിംഗ് മെഷീൻ ഇപ്പൊ ഫ്രീ ആന്ന് പറഞ്ഞ് ഇവളെ റൂമിലേക്ക് വരാൻ വേണ്ടി പറയും. അങ്ങനെ അത് കേട്ട് ഷീഗുവാനും അവളുടെ തുണിയായിട്ടൊക്കെ അവളുടെ കൂട്ടുകാരിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ തന്നെ ഡോറ് ക്ലോസ് ചെയ്ത് പുറത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുക. കാരണം ഇവളുടെ താക്കോല് മറന്നുപോയി റൂമിൽ തന്നെ വെച്ചേക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ ഷീഗുവാനാണ് പിന്നെന്തിനാടി എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചെടുത്തിയെന്ന് പറഞ്ഞ് മറ്റവളുടെ നിന്ന് താക്കോല് വെച്ചോടാൻ ചോദിക്കുമ്പം അവളും പറയും മറ്റേ കൂട്ടുകാരി അവളുടെ വീട്ടിൽ പോയേക്കുവാന്ന്. അതുകൊണ്ട് അവൾ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇവിടെ നിന്ന് കൂട്ടുവരാൻ പറയുമ്പം ഷീഗോനും അപ്പൊ ഇതിനാ നീ എന്നെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞ് അവളാണ് ബാൽക്കണി വഴി ചാടി റൂമിലേക്ക് കയറാന്ന് പറയും. ഇത് കേട്ട് കൂട്ടുകാരിയും പേടിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അത് ഡേഞ്ചറാന്ന് പറയുമ്പം ഷീഗോനും ഇതൊക്കെ അവൾക്ക് ഈസി പണിയാന്ന് പറഞ്ഞ് അപ്പുറത്ത് റൂമിൽ കൂടെ കയറി അവൾ അവിടുത്തെ ബാൽക്കണി യൂസ് ചെയ്യും. അപ്പഴാണ് ഇവളുടെ കൂട്ടുകാരും പേടിച്ചിട്ട് നമുക്കിത് വേണോ ഷീഗോനെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞിരുത്താൻ നോക്കുമ്പം ഇവളാണ് കുറെ പ്രാവശ്യം ഇങ്ങനെ ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവള് പതിയെ അവളുടെ കൂട്ടുകാരി റൂമിലേക്ക് അങ്ങ് ചെല്ലും. ഇതേ സമയം ലിന്ന അവന്റെ കൂട്ടുകാരായിട്ട് ആ വഴി കൂടെ വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ അവളും കല്യാണത്തിനൊക്കെ വരണമെന്ന് പറഞ്ഞ് ഇവൻ ഇൻവൈറ്റ് ചെയ്യുമ്പം ബാൽക്കണി വഴി ചാടിക്കയറുന്ന ഷീഗോനെ കണ്ട് അവളാണ് ഒച്ച വയ്ക്കും. അങ്ങനെ ഇവളുടെ ഒച്ച കേട്ട് ഷീഗോൻ പെട്ടെന്ന് സ്ലിപ്പായി തറയിലേക്ക് ഇങ്ങ് വീഴും. അപ്പോഴാണ് ഇത് കാണുന്ന ലിന്നാണ് ഓടിച്ചെന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്ത് കാണാം.